വിനോദ് സാർ 8 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി താലിബാൻ വിദേശകാര്യമന്ത്രി മുത്തഖി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ലോകം മുഴുവൻ ആകാംക്ഷയോടെ നോക്കുകയാണ് മുത്തഖിയുടെ ഈ ഇന്ത്യൻ സന്ദർശനം ഏത് നിലയിലേക്കാണ് ഇനി വളരാൻ പോകുന്നത്. ഇന്ത്യ എന്താണ് മുത്തഖിയുമായി ഉള്ള ചർച്ചകളിൽ ഇന്ത്യയുടെ ഒരു നിലപാട് എന്താണ് എന്നൊക്കെ. കാരണം താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ച ഒരേയൊരു ലോകരാജ്യങ്ങളിൽ ഒരാൾ എന്ന് പറയുന്നത് റഷ്യ മാത്രമാണ്. അതിനുശേഷം താലിബാൻ നേരെ വച്ചുപിടിച്ചത് ഇന്ത്യയിലേക്കാണ്. അപ്പോൾ ഇന്ത്യ താലിബാനെ അംഗീകരിക്കുമോ എന്നുള്ളതാണ് ആത്യന്തികമായി ഉയരുന്ന ചോദ്യങ്ങളിൽ ഒന്ന്. അതുകൂടാതെ താലിബാൻ ഒരു മന്ത്രി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് എന്താണ് ഇതുവഴി നേട്ടമുണ്ടാകാൻ പോകുന്നത്? അഫ്ഗാൻ ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ വളർച്ചയിലെത്താൻ സാധ്യതയുണ്ടോ? നമുക്ക് എങ്ങനെ ഈ വിഷയത്തെ വിലയിരുത്താൻ സാധിക്കും? സോറി, അത് നീത്ത് പറഞ്ഞ ശരിയാണ്. അഫ്ഗാനിസ്ഥാൻ പ്രതിനിധി സംഘം ഇപ്പോ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാന്റെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത്. ഇതിന് ഒരു വലിയ ഒരു സമ്മതം ആവശ്യമായിരുന്നു. ഈ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ യാത്രാ വിലക്ക് ഇവർക്കുണ്ട്. അവര് പുറത്തു പോകുന്നത്. ആ യാത്രാ വിലക്കില് ഒരു കൃത്യമായ ഇളവ് ലഭിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയത്. അങ്ങനെയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ 9 മുതൽ 16 വരെ ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നത്. ഇത് ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിലെ വഴിത്തിരിവാണ് ഈ സന്ദർശനം. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയില്ലേ ഒരു സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് വിസിറ്റ്. ഒന്ന്, ഇതൊരു ഉന്നതതല കൂടിക്കാഴ്ചയാണ്. 2021 ഓഗസ്റ്റില് താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആദ്യത്തെ മന്ത്രിതല സന്ദർശനമാണിത്. ഇത് ഇന്ത്യയുടെ വിദേശ മന്ത്രകാര്യാലയം അഫ്ഗാനുമായിട്ടുള്ള ബന്ധം എന്നതിനേക്കാൾ ഉപരി മാനുഷികമായ സഹായം അതുണ്ട്. അതിനും ഉപരിയായിട്ട് ഉയർന്ന നയതന്ത്ര തലത്തിലേക്ക് വളരുന്നു. അതായത് അഫ്ഗാനിസ്ഥാൻ എന്നും മാനുഷികമായ സഹായം താലിബാൻ ആണെങ്കിൽ പോലും ചെയ്തിരുന്നു. കാരണം ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പേരിന് അതിനകത്ത് മാനുഷികമായ സഹായം എന്നൊക്കെയാണ് ഇത്രയും നാൾ പറഞ്ഞിരുന്നത്, അവരെ സഹായിച്ചിരുന്നത്. കാരണം അത് സഹായിക്കുന്നതിന് ആർക്കും എതിര് പറയാൻ പറ്റില്ല. പക്ഷെ ആ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് അത് മാറുന്നു. ഇപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും അഫ്ഗാനുമായിട്ട് മാനുഷിക തലത്തിലുള്ള ഒരു സഹായം നൽകുന്നതുകൊണ്ട് ആർക്കും വിരോധമില്ല. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം അതിന് അടുത്ത ലെവലിലോട്ട് പോയി. അതായത് ഉന്നതതല നയതന്ത്ര തലത്തിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഭാരതവും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് നയതന്ത്രപരമായ ഒരു അംഗീകാരം താലിബാന് നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോഴും താലിബാൻ സർക്കാരിന് ഭാരത സർക്കാർ ഔദ്യോഗികമായിട്ട് ഒരു അംഗീകാരം നൽകിയിട്ടില്ല. എന്നാൽ ഈ കൂടിക്കാഴ്ച ഒരു പരിമിതമായ ഒരു ബന്ധം, അതായത് ചുമ്മാ പേരിനുള്ള ബന്ധം എന്നുള്ള ഉപരിയായിട്ട് പ്രായോഗികമായിട്ടുള്ള ഇടപെടലുകൾക്ക് അത് വഴിതെളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് മറ്റതിപ്പോ പേരിനുമായിട്ടുള്ള ചുമ്മാ ഒരു ബന്ധം, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മാനുഷിക സഹായം ചെയ്യുന്നു. പക്ഷെ അതിന് കുറച്ചും കൂടെ അടുത്ത ലെവലിലോട്ട്, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലെവലിലോട്ട് അങ്ങനെ ഒരു എൻഗേജ്മെന്റ് എന്ന് പറയും. പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള എൻഗേജ്മെന്റിനോട്ട് ഒരു വിരൽ ചൂണ്ടുന്നു. അത് നടക്കാനുള്ള ഒരു സാധ്യതയാണ്. എന്തെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ നമ്മുടെ എതിരാളികളുണ്ട്, പ്രാദേശികമായിട്ട് നമുക്ക് ചുറ്റുമുള്ള എതിരാളികൾ. അവര് അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കാൻ വളരെ ശക്തമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാൻ മഹാപെശകായിട്ടുള്ള ഒരു രാജ്യമാണ്. എന്ന് വെച്ചാൽ അവരെ, ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ തന്നെ പറയണ്ടേ, അവരെ കീഴടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ടാണ് ആ ബഗ്രാം വിമാനത്താവളം അമേരിക്ക വേണമെന്ന് പറഞ്ഞപ്പം പോയി പണി നോക്കാൻ അവർ പറഞ്ഞത്. ഒരിക്കലും ഒരു കീഴടങ്ങുന്ന ജനതയല്ല. അത് റഷ്യയോടായാലും ശരി, അമേരിക്കയോടായാലും ശരി, ഏറെ നാൾ യുദ്ധം ചെയ്ത് റഷ്യ അവിടെ നിന്ന് വിട്ടുപോയി, അമേരിക്ക അവിടെ നിന്ന് വിട്ടുപോയി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് അവരെ കയ്യിലെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം, നമ്മുടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു താല്പര്യം എപ്പോഴും ഉണ്ട്. അതിന് വളരെ പ്രസക്തിയുണ്ട്. അതിന് നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണിത്. ഒന്ന്.
രണ്ട്, ഒരുപക്ഷെ ചൈനയും പാകിസ്ഥാനും അവിടെ പോയി ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് നമുക്ക് അവരുമായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കണം എന്നുള്ളത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രപരമായ ആവശ്യമാണ്. മാത്രമല്ല, വ്യാപാരവും സാമ്പത്തിക സഹകരണങ്ങളും ആണ് ആദ്യത്തെ ലക്ഷ്യം. ഇപ്പം നമ്മുടെ അവിടെ നിന്നാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് നമുക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബൈലാറ്ററൽ ട്രേഡ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ബൈലാറ്ററൽ വ്യാപാരം, മലയാളത്തിൽ പറഞ്ഞതിന് ദ്വിപാർശ്വ വ്യാപാരം എന്നൊക്കെ പറയും. അതിനേക്കാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വ്യാപാരം, അത് എന്തായാലും നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിലാണ് നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെയും ആദ്യത്തെ ശ്രദ്ധ. പലപ്പോഴും ട്രേഡാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു അടിത്തറയാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമുക്ക് താല്പര്യമുള്ള മറ്റൊരു സംഭവമാണ് ഈ ഇറാന്റെ ചബഹാർ തുറമുഖം എന്ന് പറയുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിലോട്ടുള്ള വ്യാപാരത്തിന് ഏറ്റവും നിർണായകമായിട്ട് ഇന്ത്യക്കുള്ളത് ഈ ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ ഒരു ബന്ധമാണ്. നമ്മളാണ് പോർട്ട് അവിടെ ഉണ്ടാക്കി കൈകാര്യം ചെയ്യുന്നത്. അത് ഓൾറെഡി അമേരിക്കയുമായിട്ട് അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലോട്ടുള്ള വ്യാപാരം വളരെ എളുപ്പമാവും നമുക്ക്. അല്ലെങ്കിൽ അത് കുറച്ച് പ്രയാസമാണ്. കാരണം നമ്മൾ ഏതുവഴി പോവും അഫ്ഗാനിസ്ഥാനിലോട്ട്? ചെറിയൊരു മലയുടെ ഭാഗത്തുള്ള അതിർത്തിയാണ് നമുക്കുള്ളത്. അതുവഴി സാധനങ്ങൾ കൊണ്ടുപോകാൻ പ്രയാസമാണ്. അപ്പം നമ്മൾ ചബഹാർ തുറമുഖത്തിൽ എത്തിച്ച്, ഇറാന്റെ ചബഹാർ തുറമുഖത്തിൽ എത്തിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് അഫ്ഗാനിസ്ഥാനിലോട്ട് ട്രേഡ് നടത്തേണ്ടത്. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അത് ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മാനുഷിക സഹായം, അവിടെ ഈ ഭൂകമ്പം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ സ്ഥിരമായിട്ട് നേരിടുന്നതാണ് ഈ അഫ്ഗാൻ ജനത. അപ്പൊ ഇന്ത്യയും തുടർന്നും നൽകുന്ന മാനുഷിക സഹായം, നമ്മൾ ഗോതമ്പ് കൊടുക്കാറുണ്ട്, മരുന്നുകൾ കൊടുക്കാറുണ്ട്, മറ്റ് ദുരിതാശ്വാസ സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അതുമൊക്കെ ഈ ആഗോള തലത്തിൽ ഇന്ത്യയുടെ ഇമേജിനെ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ആഗോളതലത്തിൽ ഇമേജ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഇമേജിന് വളരെ വളരെ പ്രസക്തമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സീരിയസ് നേഷനാണ്, ആളുകളെ സഹായിക്കുന്ന രാജ്യമാണ് എന്ന് പറയുമ്പോൾ പൊതുവെ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അതിന് വലിയ മതിപ്പാണ്. അപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം സീരിയസ് ആയിട്ട് കേൾക്കാനുള്ള സാധ്യത, ഞാൻ നേരത്തെ പറഞ്ഞത് അതിനേക്കാളും പ്രധാനം, ഒരുപക്ഷെ ഒളിഞ്ഞു കിടക്കുന്ന കാര്യം, ഈ നമുക്കറിയാം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തപ്പം ഇവരെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ അതിർത്തിയിൽ തമ്പടിച്ചിരുന്ന തീവ്രവാദികളെല്ലാം ഈ ആക്രമണം ഭയന്ന് പാകിസ്ഥാന്റെ പടിഞ്ഞാറേ അറ്റത്തോട്ട്, അതായത് അഫ്ഗാൻ സൈഡിലോട്ട് ഇവർ ചേക്കേറി എന്നുള്ളതാണ്. ഇവിടെ സുരക്ഷിതമല്ല, ഇന്ത്യ ഇനിയും കയറി അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യും. അപ്പൊ ഇവരെന്താ വെച്ചാൽ അവരുടെ താവളം അഫ്ഗാനിസ്ഥാന്റെ അതിർത്തികളിലോട്ട് മാറ്റി, പാകിസ്ഥാന്റെ അറിവോടുകൂടി തന്നെ. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ ചില തീവ്രവാദ സംഘടനകളുമായിട്ട് ഇവർ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ ഭാവിയിൽ അഫ്ഗാന്റെ മണ്ണ് ഇന്ത്യക്കെതിരായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമോ എന്ന ഒരു ആശങ്ക ഇന്ത്യക്ക് എന്നുമുണ്ട്. അപ്പൊ അതിർത്തി കടന്നുള്ള ഭീകരവാദം, ഈ മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയൊക്കെ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നേക്കാം. അത് ചെയ്യരുത്, ഞങ്ങൾ സഹായമൊക്കെ ചെയ്യാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് നിങ്ങളുടെ മണ്ണിൽ അഭയം കൊടുക്കരുത് എന്നുള്ളത് ഇന്ത്യയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വളരെ തന്ത്രപരമായി അവരുമായിട്ട് സംസാരിക്കാനുള്ള നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ്. കാരണം അവർക്ക് ഇന്ത്യയുടെ സഹായം ആവശ്യമുണ്ട്. അഫ്ഗാനിസ്ഥാൻ എന്നും ഇന്ത്യയോട് താല്പര്യമുള്ള ഒരു രാജ്യമാണ്. പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, അവിഭക്ത ഭാരതത്തിന്റെ, അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. നമ്മുടെ ഗാന്ധാരിയൊക്കെ അഫ്ഗാൻ, പഴയ നമ്മുടെ മഹാഭാരതത്തിലെ ഗാന്ധാരിയൊക്കെ അഫ്ഗാൻ സ്ഥലത്തു നിന്നാണ് വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ താലിബാൻ ഭരണകൂടവുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഫ്ഗാൻ അവിടെ ഒരു അഭയം കൊടുക്കരുത് എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരിക്കും. അതേസമയം നമ്മൾ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ പകരം ചെയ്യാമെന്ന് പറയും. ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നം കൂടെ കിടപ്പുണ്ട്. ഈ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഇന്ത്യക്കോ വേറെ ലോക രാജ്യങ്ങൾക്കോ ഈ അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കുന്നുള്ള ഏറ്റവും വലിയ വേറൊരു പ്രശ്നമുണ്ട്. ഒന്ന്, സ്ത്രീകൾക്ക് ഒരു വിധത്തിലുമുള്ള അവകാശങ്ങളില്ലാത്തൊരു സ്ഥലമാണ് ഈ താലിബാൻ, അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടം. അവര് സ്ത്രീകൾ പുറത്തിറങ്ങരുത്, പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പാടില്ല, ഇതൊക്കെ ഇപ്പൊ റീസെന്റ് എൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ
അവിടെ ഉള്ള ചെറുതായിട്ടെങ്കിലും ഉള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, എന്തായാലും അഫ്ഗാനിസ്ഥാനിൽ കുറച്ച് അല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത ന്യൂനപക്ഷങ്ങളുണ്ടല്ലോ, അവരുടെ ഇടയിൽ തന്നെ ചില ഗോത്രവർഗ്ഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവരുടെയൊക്കെ സുരക്ഷ ലോകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പരിഗണനയാണ്. അപ്പൊ അത് സംബന്ധിച്ച നിലപാടുകളും ഇങ്ങനെ നിൽക്കുമ്പം ഈ താലിബാൻ ഇങ്ങനെ സ്ത്രീകളെ പുറത്തിറങ്ങാൻ പറ്റൂല, ഈ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കൂല എന്നൊക്കെ പറയുമ്പം ഇന്ത്യ അത്തരക്കാരുമായിട്ട് ചർച്ച നടത്തുന്നത് ലോകരാജ്യങ്ങൾക്ക് അത്ര സൂഹിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞ ആ പോയിന്റ് നീതുവിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട രാജ്യവുമായിട്ട് എന്തിന് ഇന്ത്യ ചർച്ച നടത്തുന്നു? പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, ഇതേ സമയത്ത് വലിയ UK നിന്നുള്ള ഒരു സംഘം ഇവിടെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത്? ഇന്നലെ വന്ന UK നിന്നുള്ള 124ഓളം CEO ഉള്ള, അക്കാഡമിഷ്യൻസ് ഉള്ള, സാംസ്കാരിക പ്രവർത്തകരുള്ള, അവരുടെ പിന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അഫ്ഗാനിസ്ഥാന്റെ ആൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അവര് നോക്കുക, ഇതെന്താണ് അവർ അഫ്ഗാനിസ്ഥാനുമായിട്ടും ചർച്ച നടത്തുന്നുണ്ടല്ലോ, അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീ സുരക്ഷ, പെൺകുട്ടികളെ പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല, പഠിക്കാൻ അനുവദിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ നയതന്ത്രം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരുമ്പുലൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റാത്ത ഒന്നല്ല. ഇതൊരു വലിയ കളിയാണ്. ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് പിന്നെ UK വലിയ ചർച്ചകൾ നടക്കുമ്പോൾ അതേ സമയത്ത് തീവ്രവാദ രാഷ്ട്രം എന്നറിയപ്പെടുന്ന താലിബാനുമായിട്ടും നമ്മൾ ചർച്ച നടത്തുന്നു അതേ ദിവസങ്ങളിൽ, ഗവൺമെന്റിന്റെ രണ്ട് ഭാഗങ്ങൾ തന്നെ. അപ്പൊ ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇതിനകത്ത് താലിബാന് ഔദ്യോഗികമായ അംഗീകാരം നൽകുന്നതിൽ ആഗോള സമൂഹം ഇപ്പോഴും ഒരു അഭിപ്രായത്തിൽ എത്തിയിട്ടില്ല, ആർക്കും വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എവിടം വരെ ചെന്നെത്തും, പ്രായോഗികമായിട്ട് എന്തൊക്കെ സംഭവിക്കും, നമുക്ക് ഇതിനകത്തുള്ള, എനിക്ക് തോന്നുന്നു ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഭാരതത്തിന്റെ താല്പര്യം, ബാക്കി എന്തൊക്കെ പറഞ്ഞാലും വ്യാപാരം എന്നൊക്കെ പറഞ്ഞാലും ഈ ദേശീയ സുരക്ഷാ താല്പര്യമായിരിക്കും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ചൈനയും പാകിസ്ഥാനും ചെന്ന് ഇടം പിടിക്കുന്നതിന് മുൻപ്, അവര് തമ്മിൽ ബന്ധം ഉണ്ടാക്കുന്നതിന് മുൻപ് അടിയന്തരമായിട്ട് ഇന്ത്യക്ക് അഫ്ഗാനുമായിട്ട് ചില ധാരണകൾ എത്തേണ്ടതുണ്ട്. അപ്പോ പാകിസ്ഥാൻ, നമ്മുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്ന പാകിസ്ഥാനെ പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അകറ്റി നിർത്തേണ്ട ഇന്ത്യയുടെ ഒരു വലിയ ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാമാണ് ഇങ്ങനെ കൂടിക്കുഴഞ്ഞ ഒരു അവിയൽ പരുവത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് അഫ്ഗാനുമായിട്ടുള്ള ബന്ധം. ഇവിടെയാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞ യഥാർത്ഥ നയതന്ത്രം എന്ന് പറയുന്ന ഇതാണ്. ഒരു സ്ഥലത്ത് UK ആയിട്ട് സംസാരിക്കുക, വേറെ സമയത്ത് റഷ്യയോട് സംസാരിക്കുക, അതേസമയം അമേരിക്കയെ കൈകാര്യം ചെയ്യുക, അതേസമയം അഫ്ഗാനിസ്ഥാനെയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത്. ഇതൊരു ചെറിയ പരിപാടിയൊന്നുമില്ല. അതിപ്പോ ജയശങ്കറെ പോലെ വലിയ ബുദ്ധിമാനായിട്ടുള്ള തന്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ ഇന്ത്യക്കുള്ളത് നമ്മുടെ ഒരു വലിയ ഭാഗ്യം, മഹാഭാഗ്യമായിട്ട് വേണം കരുതാൻ. അങ്ങനെ ഒരു കളി കളിക്കാൻ നമുക്കറിയാലോ, ഇപ്പൊ ഇന്ത്യ അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും പല 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 പ്രശ്നങ്ങളാണ്. പണ്ടൊന്നും ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നത്തിലോട്ട് നമ്മുടെ ഒരു നയതന്ത്രം പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ, പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇതിനൊക്കെ ഒരു പരിഹാരം, തന്ത്രങ്ങൾ നമ്മൾ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇതാണ് നീതു എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഏറ്റവും പ്രത്യേകമായി വിനോദ് സാർ പറഞ്ഞ ആ കാര്യം തന്നെയാണ് നോട്ട് ചെയ്യേണ്ടത്. ഒരേ സമയം UK പ്രധാനമന്ത്രി സ്റ്റാർമറുമായും അതുപോലെ തന്നെ താലിബാൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തുന്ന ഇന്ത്യ, ലോകത്തിന് തന്നെ അത്ഭുതമാകുന്ന ഇന്ത്യ, റഷ്യയുമായി ചില കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു, ട്രംപുമായി അസ്വാരസ്യങ്ങളും ചർച്ചയും നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു തീവ്രവാദ സംഘടന അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ വിരോധികളായ ചില താലിബാൻ ഗ്രൂപ്പുകൾ, അത്തരത്തിലുള്ള ആളുകൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന ആ ഭരണകൂടത്തെ പ്രതിനിധീകരിക്കുന്ന അവിടുത്തെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ ജയശങ്കറുമായി ചർച്ച നടത്തുന്നു. ഇന്ത്യ ലോകത്തിന് തന്നെ അത്ഭുതമാവുകയാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.